ഹായ്, എല്ലാവർക്കും റൂട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CPയുടെ കുറച്ച് ചോദ്യങ്ങളുടെ റിവിഷൻ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ IPC 397 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷത്തിൽ കുറയാത്തതായിരിക്കണം? IPC സെക്ഷൻ 397 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷത്തിൽ കുറയാത്തതായിരിക്കണം? 7 വർഷത്തിൽ കുറയാത്തത് ആയിരിക്കണം. അപ്പോൾ IPC സെക്ഷൻ 397 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷത്തിൽ കുറയാത്തതായിരിക്കണം? 7 വർഷത്തിൽ കുറയാത്തത് ആയിരിക്കണം. അടുത്ത ചോദ്യം, കേരള പോലീസിൻ്റെ കർത്തവ്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം ഏതാണ്? അത് അധ്യായം 2-ലാണ്. അപ്പോൾ കേരള പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം ഏതാണ്? അത് അധ്യായം 2-ആണ്. അടുത്ത ചോദ്യം, ആളുകളുടെ ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് കേരള പോലീസിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസിലെ വകുപ്പ് ഏതാണ്? ആളുകളുടെ ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 4-ആണ്. അപ്പോൾ ആളുകളുടെ ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണ് എന്ന് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 4-ആണ്. അടുത്ത ചോദ്യം, ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്താ ശേഖരണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരിക്കുന്നത് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്താ ശേഖരണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അത് സെക്ഷൻ 21-ആണ്. അപ്പോൾ ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്താ ശേഖരണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരിക്കുന്നത് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പിലാണ്? അത് സെക്ഷൻ 21-ലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അധ്യായം ഏതാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അധ്യായം അത് അധ്യായം 5-ലാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അധ്യായം ഏതാണ്? അത് അധ്യായം 5-ലാണ്. അടുത്ത ചോദ്യമാണ്, കേരള പോലീസ് നിയമത്തിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമനത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രായപരിധി എത്രയാണ്? അപ്പോൾ നമുക്കറിയാം, കേരള പോലീസിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ഇലക്ഷൻ സമയത്തൊക്കെ നിയമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥ നിയമനത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രായപരിധി എത്രയാണ് പ്രായപരിധി? അത് 18-നും 60 വയസ്സിനും ഇടയിലാണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം. പോലീസ് നിയമത്തിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥ നിയമനത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രായപരിധി എത്രയാണ്? അത് 18-നും 60 വയസ്സിനും ഇടയിലാണ്. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ വിവരിച്ചിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് അത് സെക്ഷൻ 119-ആണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ വിവരിച്ചിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് 119-ആണ്. അടുത്ത ചോദ്യമാണ്, IT നിയമത്തിൽ 43A വകുപ്പ് ഉൾപ്പെടുത്തിയത് ഏതു വർഷത്തെ ഭേദഗതിയിലൂടെയാണ്? 2006-ലെ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ IT നിയമത്തിൽ 43A വകുപ്പ് ഉൾപ്പെടുത്തിയത് ഏതു വർഷത്തെ ഭേദഗതിയിലൂടെയാണ്? അത് 2006-ലെ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം. അപ്പോൾ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കമ്പ്യൂട്ടർ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം ഏതാണ്? അത് അധ്യായം 11-ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം ഏതാണ്? അത് അധ്യായം 11-ആണ്. അടുത്ത ചോദ്യം, IT നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പിഴത്തുക എത്രയാണ്? IT നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പിഴത്തുക എത്രയാണ്? അത് 2 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ IT നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പിഴത്തുക എത്രയാണ്? 2 ലക്ഷം രൂപ വരെയാണ്. അടുത്ത ചോദ്യം, IT നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏത് വകുപ്പാണ്? സെക്ഷൻ 66A ആണ്. അപ്പോൾ IT നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 66A ആണ്. അടുത്ത ചോദ്യം, ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനായി സ്ഥലം അനുവദിക്കുന്നത്
കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പാണ്? സെക്ഷൻ 25 അപ്പോൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനായി സ്ഥലം അനുവദിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 25. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, IPC 397 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷത്തിൽ കുറയാത്തതായിരിക്കണം? അത് 7 വർഷത്തിൽ കുറയാത്തത് ആയിരിക്കണം. കേരള പോലീസിൻ്റെ കർത്തവ്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം ഏതാണ്? അത് 2ാമത്തെ അധ്യായമാണ്. അടുത്ത ചോദ്യം, ആളുകളുടെ ജീവൻ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 4. ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വാർത്താ ശേഖരണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരിക്കുന്നത് അത് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള കേരള പോലീസിലെ അധ്യായം ഏതാണ്? അത് അധ്യായം 5. കേരള പോലീസ് നിയമത്തിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ നിയമനത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രായപരിധി എത്രയാണ്? അത് 18-നും 60 വയസ്സിനും ഇടയിലാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ വിവരിച്ചിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ്. അടുത്ത ചോദ്യം, IT നിയമത്തിൽ 43A വകുപ്പ് ഉൾപ്പെടുത്തിയത് ഏത് വർഷത്തെ ഭേദഗതിയിലൂടെയാണ്? അത് 2006 ഭേദഗതിയിലൂടെയാണ്. കമ്പ്യൂട്ടർ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം 11. IT നിയമത്തിലെ 65 വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പിഴത്തുക അത് 2 ലക്ഷം രൂപ വരെയാണ്. IT നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വകുപ്പ് സെക്ഷൻ 66A ആണ്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനായി സ്ഥലം അനുവദിക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 25. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്.